ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഹെപ്പറ്റൈറ്റിസ് വൈറസുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ TS പ്രശാന്താണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. തുടക്കത്തിൽ തന്നെ ചോദിക്കുകയാണ്, എന്താണ് ഹെപ്പറ്റൈറ്റിസ്, എന്താണ് ഹെപ്പറ്റൈറ്റിസ് വൈറസ്? നമ്മൾ സാധാരണ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് വൈറസുകളെ കുറിച്ചാണ്. സാധാരണയായി ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് 5 തരത്തിലുള്ള വൈറസാണ് പ്രധാനമായിട്ടുള്ളത്. ഹെപ്പറ്റൈറ്റിസ് A വൈറസ്, ഹെപ്പറ്റൈറ്റിസ് B വൈറസ്, C വൈറസ്, D വൈറസ്, E വൈറസ്. പക്ഷേ D വൈറസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കാറില്ല. ബാക്കിയുള്ള 4 ഇനം വൈറസുകളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിവറിലേക്ക് കയറും, അതായത് കരളിലേക്ക് കയറും. അപ്പം കരളിൽ ഇൻഫെക്ഷൻ വരും. ആ ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്ക് അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ കരളിൽ വീക്കം വരും, ഇൻഫ്ലമേഷൻ നമ്മൾ പറയും. അപ്പോൾ കരളിൽ ഇൻഫ്ലമേഷൻ വരുന്നു, അതാണ് ഹെപ്പറ്റൈറ്റിസ്. ഐറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിക്കൽ ടേംസിൽ പറയുന്നത് വെച്ചാൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീര് വരുന്നു എന്നുള്ളതാണ്. ലിവറിന് നീര് വരുന്നു. അപ്പോൾ അതാണ് പ്രധാനമായും ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. പ്രധാനമായും നമ്മളുടെ നാട്ടിൽ കണ്ടുവരുന്ന മഞ്ഞപ്പിത്തങ്ങളിൽപ്പെട്ട ഹെപ്പറ്റൈറ്റിസിൽപ്പെട്ട വിഭാഗമാണ് ഹെപ്പറ്റൈറ്റിസ് A, B, C. ഈ 3 എണ്ണം കൂടാതെ ഈ വൈറസും ഉണ്ടാവാറുണ്ട്. ഈ 4 ഇനം വൈറസാണ് യൂഷ്വലി ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത്. കൂടാതെ പല ഇനം വേറെ വൈറസുകളുണ്ട് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത്. എന്നാൽ പ്രധാനമായിട്ടുള്ള ഈ 4 ഇനം വൈറസുകളാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വൈറസ് പലതരത്തിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവ മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ വൈറസുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഹെപ്പറ്റൈറ്റിസ് A വൈറസ് എടുക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ എറണാകുളത്ത് മറ്റായിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേൾക്കുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് A വൈറസ് പടർന്നു പിടിച്ചു എന്നുള്ളത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് A വൈറസ് കൂടാതെ ഈ വൈറസുമുണ്ട്. ഇത് രണ്ടും ഏകദേശം സമാന രൂപത്തിലുള്ള വൈറസുകളാണ്. അവ സാധാരണയായി നമ്മൾ ഭക്ഷണത്തിലൂടെ കറക്റ്റായിട്ടുള്ള ശുദ്ധമല്ലാത്ത രീതിയിൽ പാകം ചെയ്യുന്ന ഭക്ഷണം, ശുദ്ധമല്ലാത്ത വെള്ളം, ഇതിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് Aയും Eയും പകരുന്നത്. ഇനി വരുന്നത് ഹെപ്പറ്റൈറ്റിസ് Bയും Cയുമാണ്. ഹെപ്പറ്റൈറ്റിസ് Bയും Cയുടെ ഒരു പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഇത് ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെ അല്ല പകരുന്നത്. പ്രധാനമായും പകരുന്നത് കറക്റ്റായിട്ടുള്ള അല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡിലൂടെ, കൂടാതെ സൂചികളിലൂടെ, കറക്റ്റായിട്ട് അണുവിമുക്തമല്ലാത്ത അല്ലെങ്കിൽ നേരത്തെ യൂസ് ചെയ്ത സൂചി ഇഞ്ചക്ഷൻ കൊടുക്കാനും മറ്റുമായിട്ട് വീണ്ടും യൂസ് ചെയ്യുമ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് B അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് C എന്നുള്ള വൈറസ് പകരാം. കൂടാതെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയും ഹെപ്പറ്റൈറ്റിസ് B അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് C വൈറസ് പകരാം. പക്ഷേ ഇത് കൂടുതലും ഹെപ്പറ്റൈറ്റിസ് Bയിലാണ് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് Bയിലാണ്. C കൂടുതലായിട്ടും ഇഞ്ചക്ഷനിലൂടെയും മറ്റുമാണ്. കറക്റ്റായിട്ടുള്ള നീഡിലല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ അതുവഴിയാണ് ഹെപ്പറ്റൈറ്റിസ് C വൈറസ് പകരുന്നത്. ഇനി ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ നോക്കുമ്പോൾ നമ്മൾ യൂഷ്വലി ഹെപ്പറ്റൈറ്റിസ് Aയും Eയുടെയും ആണ് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് ആയിട്ടുള്ളത്. എന്നാൽ അതിൽ പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി ഉണ്ടാവുന്നത് ഒരു ഓർക്കാനം അല്ലെങ്കിൽ ഒരു മനം പുരട്ടൽ അല്ലെങ്കിൽ അനറക്സിയ നമ്മൾ പറയും, വിശപ്പില്ലായ്മ, ഓർക്കാനം, ഛർദിൽ. കൂടാതെ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മേൽ വയറിൻ്റെ വലത് ഭാഗത്തായിട്ട് വേദന വരും. അതായത് കരളിന് വീക്കം വരുമ്പോഴാണ്, കരളിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ കരളിൽ നീര് വരുമ്പോഴാണ് ഈ വേദന വരുന്നത്. അതുകൂടാതെ ഛർദിൽ വരും. പിന്നീട് ആണ് മഞ്ഞപ്പിത്തം അതിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന സിംറ്റംസ് നമ്മൾ പ്രോഡ്രോമൽ സിംറ്റംസ് എന്ന് പറയും. എല്ലാ മഞ്ഞപ്പിത്തം തുടങ്ങുന്നതിന് മുമ്പ് 2-3 ദിവസം ഈ ബുദ്ധിമുട്ടുകൾ കാണും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൂത്രത്തിൻ്റെ നിറം കൂടുതലാവുന്നത്. അതായത് സാധാരണ ഒരു ചെറിയ ലൈറ്റ് യെല്ലോ കളറായിരിക്കും സാധാരണ ഒരു മൂത്രത്തിൻ്റെ കളർ, അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ മൂത്രമായിരിക്കും. ഈ മഞ്ഞപ്പിത്തം വരുമ്പോൾ അതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രം കൂടുതൽ കളർ വയ്ക്കുന്നു, നമ്മളൊരു കട്ടൻ കാപ്പിയുടെ കളറിലേക്ക് പോകുന്നു. അതാണ് ഹെപ്പറ്റൈറ്റിസിൻ്റെ ഒരു പ്രധാന മഞ്ഞപ്പിത്തം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന ലക്ഷണം. രണ്ടാമതായിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് Bയും Cയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ഹെപ്പറ്റൈറ്റിസ് Bയും Cയും നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സിംറ്റംസ് ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ്. ഹെപ്പറ്റൈറ്റിസ് Bയിലും Cയും നമ്മൾ യൂഷ്വലി കണ്ടുപിടിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഗൾഫിൽ പോകാൻ വേണ്ടി ഒരു ടെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖത്തിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നു. ആ സമയത്തായിരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് HbSAg പോസിറ്റീവ് ആവുന്നു, അങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് C കൂടുതലായിട്ട് കാണുന്നത് അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യുമ്പോഴാണ്. നമ്മൾ സ്ക്രീനിങ് ആയിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും കാണുന്നത്. കൂടാതെ പല ആളുകൾക്കും ഹെപ്പറ്റൈറ്റിസ് B ഉള്ള വ്യക്തികൾക്ക് മഞ്ഞപ്പിത്തമായിട്ടും വരാറുണ്ട്. പക്ഷേ അത് ഹെപ്പറ്റൈറ്റിസ് Aയോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് E അപേക്ഷിച്ച് അത് അങ്ങനത്തെ ഒരു പ്രസൻറ്റേഷൻ സാധാരണയിൽ കുറച്ച് കുറവാണ്. കൂടുതൽ നമ്മൾ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ഹെപ്പറ്റൈറ്റിസ് Bയും Cയും കൂടുതലായിട്ട് കണ്ടുപിടിക്കപ്പെടുന്നത്. സിംറ്റംസ് ഏകദേശം ഈ മഞ്ഞപ്പിത്തം അതെല്ലാം പിന്നീട് കുറച്ച് കഴിയുമ്പോൾ മഞ്ഞപ്പിത്തം ആ ബുദ്ധിമുട്ടുകളെല്ലാം ആ രോഗികൾക്കും ഉണ്ടാവും. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് Aയും Eയും
നമുക്കിപ്പോൾ അസുഖം വന്നു ഇപ്പോൾ ഒരു 1-2 ആഴ്ച കൊണ്ട് സിംറ്റംസൊക്കെ വന്നു, മഞ്ഞപ്പിത്തം വന്നു, അത് പതിയെ യൂഷ്വലി ഒരു 1 മന്ത് കൊണ്ട് ഫുള്ളി റിക്കവർ ചെയ്യും. ഹെപ്പറ്റൈറ്റിസ് എയുടെയും ഇയുടെയും ഒരു വളരെ ചുരുക്കം വ്യക്തികളിൽ മാത്രമേ ഉള്ളൂ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും വന്നു കഴിഞ്ഞാൽ കൂടുതൽ മാരകമായിട്ട് ജീവന് തന്നെ അപകടം ഉണ്ടാകുന്ന രീതിയിൽ പ്രോഗ്രസ് ചെയ്ത് പോകുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും സിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാൻ കുറച്ച് പാടാണ്. ഹെപ്പറ്റൈറ്റിസ് ബി പ്രത്യേകിച്ചും. ഹെപ്പറ്റൈറ്റിസ് സിക്ക് ഇപ്പോൾ നൂതനമായ കുറച്ച് മരുന്നുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് യൂഷ്വലി നെഗറ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിച്ചിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുന്നതിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനേ പറ്റുള്ളൂ. കുറച്ച് ചുരുക്കം ആളുകൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് എല്ലാം നെഗറ്റീവായി HBsAg എന്ന് പറഞ്ഞ ടെസ്റ്റ് നെഗറ്റീവ് ആവാറുമുണ്ട്. പക്ഷേ അത് വളരെ ചുരുക്കം വ്യക്തികളിലാണെന്ന് മാത്രം. കൂടുതലും ഈ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വൈറസിനെ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കാനുള്ള ചികിത്സയാണ് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് കൊടുക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് സിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സിക്ക് നമുക്ക് ഇപ്പം പുതിയ ഒരു നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാമുണ്ട്. ഇത് മുഖാന്തരം ഹെപ്പറ്റൈറ്റിസ് ബിക്കും സിക്കും ഉള്ള മരുന്നുകൾ സാധാരണഗതിയിൽ നമ്മളെ ഗവൺമെൻറ് തന്നെ ഫ്രീ ആയിട്ട് പേഷ്യൻസിന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബിക്കും സിക്കുള്ള മരുന്നുകൾ. അപ്പോൾ അത് കാരണം ഹെപ്പറ്റൈറ്റിസ് സിക്കുള്ള ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ ജനങ്ങൾക്ക് കൂടുതൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇതുമൂലം ചിലപ്പോൾ 3 മാസം അല്ലെങ്കിൽ 6 മാസമാണ് ഈ ഹെപ്പറ്റൈറ്റിസ് സിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. നമ്മൾ അങ്ങോട്ട് പോകുന്നവർ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. അതിന് ആ ഒരു ഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ഈ ഹെപ്പറ്റൈറ്റിസ് സിയുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഡോക്ടർ, ഇപ്പോൾ വ്യത്യസ്ത തരം വൈറസുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും അപകടകരമായ വൈറസ് ഏതാണ്? അല്ലെങ്കിൽ ഇതുമൂലമുണ്ടാകുന്ന കൂടുതൽ സങ്കീർണതകൾ, കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഞാനിപ്പം പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയുമാണ് ഇതിൽ ഏറ്റവും അപകടം പിടിച്ചതെന്ന് പറയേണ്ടത്. കാരണം ഹെപ്പറ്റൈറ്റിസ് എയോ ഇയോ വന്നു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു 99.9% വ്യക്തികളിലും അത് പൂർണ്ണമായിട്ടും മാറും. അവർക്ക് ജീവൻ അപകടം ഉണ്ടാവില്ല. ഒരു 0.1 to 0.5% വ്യക്തികളിലാണ് ഇത് കൂടുതൽ മാരകമായിട്ട് ലിവർ ട്രാൻസ്പ്ലാന്റോ അല്ലെങ്കിൽ മരണത്തിലേക്കോ നയിക്കാവുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. സാധാരണയിൽ 99.9% വ്യക്തികൾക്കും ഈ ഹെപ്പറ്റൈറ്റിസ് എയോ ഇയോ വന്നു കഴിഞ്ഞാൽ സാധാരണമായി പൂർണ്ണമായും ഭേദമാകും, അവരുടെ കരൾ പഴയതുപോലെ ആകും. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും സിയുടെയും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ശരീരത്തിൽ കിടന്നിട്ട് അവിടെ നമ്മളെ ലിവറിന് അടുത്തടുത്ത സ്റ്റേജിലോട്ട് പോകും. ലിവർ ആദ്യം ഇത് ഫാറ്റി ലിവർ ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ മഞ്ഞപ്പിത്തം ഉണ്ടാക്കും, ചെറിയ ലിവറിന് ഇൻഫ്ലമേഷൻ, അതായത് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് നമ്മളിതിനെ ട്രീറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് അടുത്ത സ്റ്റേജിലേക്ക് പോകും. അതാണ് ലിവർ സിറോസ് എന്ന് പറയും. ലിവർ സിറോസിന് മുമ്പും കുറച്ച് ഫൈബ്രോസ്, അങ്ങനെ കുറച്ച് സ്റ്റേജുകളുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ആ ലിവർ സിറോസിലേക്ക് പോകാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് ഹെപ്പറ്റൈറ്റിസ് ബിക്കും സിക്കും. അതുകൊണ്ടാണ് ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ഡിറ്റക്ട് ചെയ്ത പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചിലപ്പോൾ ചില പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരില്ല, അവർ ഫോളോ അപ്പ് ചെയ്താൽ മതിയായിരിക്കും. കുറച്ച് പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടിയിരിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് സിക്ക് എന്തായാലും ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഹെപ്പറ്റൈറ്റിസ് ബിക്ക് ചില പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടായിരിക്കും, അവരെ ഫോളോ അപ്പ് ചെയ്താൽ മതിയാവും. ഫോളോ അപ്പ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും പുതിയ സംഭവവികാസങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ലിവറിൻ്റെ ഫൈബ്രോസിസ് നോക്കുന്ന ടെസ്റ്റുകളിൽ വ്യതിയാനങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ വ്യതിയാനങ്ങൾ വരുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള വ്യക്തികൾക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടി വരും. അപ്പോൾ ലിവർ സിറോസിസ് ആണ് ഇതിൻ്റെ ഒരു മേജർ കോംപ്ലിക്കേഷൻ. കൂടാതെ ലിവർ സിറോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും, ലിവർ സിറോസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത കോംപ്ലിക്കേഷൻസ് ആണ് രക്തം ഛർദ്ദിക്കാം, കൂടാതെ വയറ്റിൽ വെള്ളം കെട്ടാം, മഹോദരം എന്ന് പറയും, അസൈറ്റിസ് ഉണ്ടാവും. ലിവറിൻ്റെ കാരണം നമുക്ക് ലിവർ കാരണം ബോധക്കേടുണ്ടാവാം. പിന്നീട് ഒരു മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവറിൽ സിറോസിസ് വന്നു കഴിഞ്ഞ വ്യക്തികൾക്ക്, സിറോസിസ് വരാത്ത ചില വ്യക്തികൾക്കും ലിവറിൽ മുഴകളുണ്ടാവാം ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും കാരണം. അതിനെ ലിവർ ക്യാൻസർ നമ്മൾ പറയും. അപ്പോൾ ലിവർ ക്യാൻസറിന് വഴിതെളിക്കാവുന്ന 2 വൈറസുകളാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും. കൂടാതെ ഇത് കേട്ടെന്ന് വെച്ചിട്ട് ഈ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള എല്ലാ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സി ഉള്ള എല്ലാ വ്യക്തികൾക്കും ലിവറിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതല്ല. വളരെ ചുരുങ്ങിയ വ്യക്തികളിൽ ലിവർ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഇടവേളകളിൽ, ചിലപ്പോൾ 3 മാസം അല്ലെങ്കിൽ 6 മാസം എന്ന് പറയും, ആ ഇടവേളകളിൽ വയറിൻ്റെ സ്കാൻ എടുക്കണം, ലിവറിൻ്റെ സ്കാൻ എടുക്കണം. കൂടാതെ ചില ബ്ലഡ് ടെസ്റ്റുകളും വൈറസിൻ്റെ ലെവലുകളും മറ്റും നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞു പല രീതിയിൽ നമുക്കിത് പകരാം, സിറിഞ്ച് വഴിയൊക്കെ പകരാം. അപ്പോൾ മറ്റെന്തൊക്കെ രീതികളിലാണ് ഈ ഒരു വൈറസ് പകരുന്നത്? എങ്ങനെയാണ് ഇത് ശരീരത്തിൽ കയറുന്നത്? അതേപോലെ തന്നെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ തന്നെ എത്ര നാളത് നിൽക്കും? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എയും ഇയെ കുറിച്ച് ഒന്നും കൂടെ നോക്കാം. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പകരുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, അതായത് കറക്റ്റായിട്ട് പാകം ചെയ്യാത്ത അല്ലെങ്കിൽ സാനിറ്ററി അല്ലെങ്കിൽ ഒരു ഹൈജീനിക് അല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ പാകം ചെയ്ത ആഹാര സാധനങ്ങളിലും വെള്ളത്തിലും കൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പകരുന്നത്.
സാറേ നമുക്ക് നോക്കിയാൽ അറിയാം ഇപ്പോൾ ഒരു കിണറുണ്ട്, ഒരു കിണറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു കക്കൂസുണ്ട്. ആ കക്കൂസിലെ മാലിന്യം, ആ ഒരു വൈറസ് ഉള്ളൊരു മാലിന്യം ആ കക്കൂസിൽ നിന്ന് ഈ കിണറ്റിലേക്ക് പോയിട്ട് അതിലെ വെള്ളം നമ്മൾ കറക്റ്റായിട്ട് തിളപ്പിക്കാതെ കുടിക്കുകയാണെങ്കിൽ ആ വ്യക്തികൾക്ക് ഹെപ്പറ്റൈറ്റിസ് എയോ ഇയോ വരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അപ്പോൾ തിളപ്പിച്ച് കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അത് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഇ വരാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. ചുരുക്കി പറഞ്ഞാൽ വരാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു ഇപ്പോൾ നമ്മൾ മുനിസിപ്പൽ സപ്ലൈ, വാട്ടർ സപ്ലൈ, അതിനകത്തും കറക്റ്റായിട്ട് ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. നമ്മൾ നദികളിലൂടെയും മറ്റും വരുന്ന വെള്ളമായിരിക്കാം യൂഷ്വലി നമ്മൾ ഈ പറഞ്ഞോളൂ. ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, തലശ്ശേരിയിൽ നിന്ന് മനോജ്. ഡോക്ടറോട് ചോദിച്ചോളൂ. മനോജ് പറഞ്ഞോളൂ. സാർ ഞാൻ അല്ലെങ്കിൽ വയറിൽ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഗ്യാസ് ട്രബിള്. അപ്പോൾ ഞാൻ ഇവിടെ തലശ്ശേരി എൻഡോസ്കോപ്പി ചെയ്തതാണ് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വയറിങ്ങനെ ഭക്ഷണം കഴിച്ചാൽ ഗ്യാസ് ട്രബിൾ വരിക. ഗ്യാസ് ട്രബിൾ ശരിക്കും ഗ്യാസ് പോവില്ല, കീഴ്വായുമായിട്ട് പോവില്ല. ജോക്കോറ്റ് മരുന്നെല്ലാം തന്നെ എനിക്ക് യോഗിറ്റ് പിന്നെ മലബന്ധത്തിൽ എന്തെങ്കിലും മലബന്ധമോ അല്ലെങ്കിൽ വയറിളക്കമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മനോജ്? വയറിളക്കമോ മലബന്ധമോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? മലബന്ധമുണ്ട്, അതാണ് എന്റെ മെയിൻ പ്രോബ്ലം. മലബന്ധവും ഗ്യാസ് ശരി പോവില്ല. ഇപ്പൊ അടുത്തായിട്ട് വല്ലാണ്ട് ഗ്യാസ് കയറി എൻഡോസ്കോപ്പിൽ ചെയ്ത് അതിന് ചെറിയൊരു ഇതാ കാണിക്കുള്ളൂ. എങ്ങനെ ഇത് അസിഡിറ്റി മാത്രമേ കാണിക്കുന്നുള്ളൂ. ശരി, കാണിക്കുന്നുള്ളൂ. കുടലിലെ ടെസ്റ്റ് വല്ലതും ചെയ്തായിരുന്നോ? കൊളോണോസ്കോപ്പി ടെസ്റ്റ് മെയിനായിട്ട് എൻഡോസ്കോപ്പി ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറം ഒന്നും ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. ശരി, ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ട് വേറെ തകരാറ് ഉണ്ടാവില്ല എന്ന് തോന്നിക്കാണോ? അതുകൊണ്ടാണ് ഗ്യാസ് പോകുന്നില്ല, ഗ്യാസ് പോകുന്നില്ല. ശരി, എനിക്കിങ്ങനെ വയറിൽ ഗ്യാസ് കൂടി കഴിഞ്ഞാൽ കീഴ്വായു തന്നെ പോകണം, എന്നാലേ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവും. ശരി, മനസ്സിലായി. മനോജിന് പ്രമേഹ രോഗമോ പ്രഷറോ? ഇല്ല, പ്രമേഹമില്ല, ഷുഗർ ഇങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പൊ അടുത്തൊരു വേറൊരു ഗ്യാസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കാലിലേക്കൂടിയും കയ്യിലേക്കൂടി ഇങ്ങനെ ഉറുമ്പ് കടിച്ചിങ്ങനെ പായൂലേ, അതേപോലെ തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു അതേപോലെ തോന്നുന്നു. അത് ഇപ്പൊ അടുത്ത ദിവസം പോയിട്ട് 2 ദിവസം മുന്നേ ഒരു ഡോക്ടറോട് പറഞ്ഞു. ശരി, അപ്പൊ അവര് പറഞ്ഞു ചിലപ്പോൾ സ്റ്റോണിന്റെ കംപ്ലൈന്റ് ഒരുപാട് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ല, ചെയ്തിട്ടില്ല. ശരി. മലം പോകുന്നില്ല. നമ്മൾ ലിവർ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാല് ലിവറിന്റെ കംപ്ലൈന്റ് അതിന് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ലിവർ വേറെ ടെസ്റ്റ് നടത്തേണ്ടി വരും. അത് ഒരു തരത്തിൽ കണ്ടുപിടിക്കാം. പക്ഷേ അത്രത്തോളം വെയിറ്റ് ചെയ്ത് എൻഡോസ്കോപ്പി ചെയ്ത് ലിവറിന്റെ അസുഖം കണ്ടുപിടിക്കുന്ന സ്റ്റേജ് ആക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്തായാലും മനോജിന് എൻഡോസ്കോപ്പിയിൽ എന്തായാലും തകരാറുകളൊന്നും ഇല്ല. എൻഡോസ്കോപ്പിയിൽ സാധാരണ ലിവർ സിറോസ് വല്ലതും വന്നാലാണ് എൻഡോസ്കോപ്പിയിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. അന്നനാളത്തിൽ ഞരമ്പ് തടിച്ചു വരാം, അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങൾ എൻഡോസ്കോപ്പിയിൽ കാണാം. എന്തായാലും താങ്കൾക്ക് മനോജിന് എൻഡോസ്കോപ്പിയിൽ തകരാറുകളൊന്നും കാണാൻ സാധിക്കും, ആ തകരാറുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പ് തരാൻ പറ്റും. കൂടാതെ നമ്മൾ സാധാരണയായി ലിവറിൻ്റെ അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുമ്പം ലിവർ നോർമലാണോ, അല്ലെങ്കിൽ ലിവറിൽ കൊഴുപ്പുണ്ടോ, ഫാറ്റി ലിവർ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഫൈബ്രോ സ്കാൻ. ഒരു ടെസ്റ്റാണ്, അൾട്രാസൗണ്ട് സ്കാൻ പോലെ തന്നെ ചെയ്യുന്നൊരു ടെസ്റ്റാണ് ഫൈബ്രോ സ്കാൻ. അതിനകത്ത് നമുക്ക് ലിവറിൻ്റെ ഒരു കട്ടി കൂടിയോ നമുക്ക് മനസ്സിലാൻ പറ്റും. സിറോസിനൊക്കെ മുന്നോടിയായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും, അതൊക്കെ നമുക്ക് നേരത്തെ കൂട്ടി കണ്ടുപിടിച്ച് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ടെസ്റ്റുകളാണ്. അതിന് നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്നൊക്കെ പറയും. ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിവറിൻ്റെ പ്രവർത്തനത്തെ കുറിച്ച് അറിയാൻ പറ്റും. ലിവർ മഞ്ഞപ്പിത്തമൊന്നും ഇല്ലല്ലോ, ലിവറിന് നീരൊന്നും ഇല്ലല്ലോ, അതാണ് SGOT SGPT എന്ന് പറയും. ലിവറിന് നീരൊന്നും ഇല്ലല്ലോ. ലിവറിൻ്റെ സിന്തറ്റിക് ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആൽബുമിൻ എന്ന് പറഞ്ഞൊരു ശരീരത്തിലൊരു രക്തത്തിലുള്ള ഒരു എലമെൻ്റാണ് ആൽബുമിൻ. ആ ആൽബുമിൻ്റെ ലെവലും നോർമലാണെങ്കിൽ ലിവറിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല എന്നാൽ നമുക്ക് ഏകദേശം അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ അൾട്രാസൗണ്ട് സ്കാനും ലിവർ ഫങ്ഷൻ ടെസ്റ്റുമാണ് പ്രധാനമായിട്ടും ലിവറിൻ്റെ അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമ്മളെല്ലാവരും യൂഷ്വലി ചെയ്യാൻ പറയാറുള്ളത്. ഇനി അതിലെന്തെങ്കിലും തകരാറ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തടുത്ത ടെസ്റ്റിലേക്ക് പോകേണ്ടി വരും. ഈ ലിവറിന് പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം എന്താണ്, ആൾ മദ്യപിക്കുന്ന ആളാണോ, എന്തായാലും മനോജ് അതെല്ലാം തോന്നുന്നു, ബാക്കി ഷുഗറോ പ്രഷറോ ഒന്നുമില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് അസുഖങ്ങളും ലിവറിൻ്റെ അസുഖങ്ങളിലേക്ക് വഴിതെളിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ആ അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. വേറെ കുറച്ചധികം ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യം എന്തായാലും മനോജിന് ഇപ്പോൾ തൽക്കാലം ഇല്ലാന്ന് തോന്നുന്നു. മനോജിൻ്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് ഗ്യാസ് ട്രബിളും മലബന്ധമാണ്. എനിക്ക് തോന്നുന്നു അവിടെ എൻഡോസ്കോപ്പി ചെയ്ത ഡോക്ടർ എന്തായാലും വിശദമായി പരിശോധിച്ചിട്ടുണ്ടാവും. അതിനകത്ത് എന്തായാലും കൊളോണോസ്കോപ്പി ടെസ്റ്റിൻ്റെ വേണ്ടി വരില്ല എന്നുള്ളതായിരിക്കും ആ ഡോക്ടർ അനുമാനിക്കുന്നത്. അതുകൊണ്ടാണ് എൻഡോസ്കോപ്പി ചെയ്തിട്ട് എന്തായാലും
മനോജിന് മരുന്നുകളും മറ്റും തന്നത്. എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് ആ മരുന്നുകൾ കഴിച്ചിട്ട് ഒരു 3 to 4 വീക്സ്, ഒരു 3-4 ആഴ്ച കഴിയുമ്പം എനിക്ക് തോന്നുന്നു ആ ഡോക്ടർ ഒന്നും കൂടെ സന്ദർശിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞിട്ട് ആ ഡോക്ടർ അടുത്തൊരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കോഴ്സ് ഓഫ് ആക്ഷൻ എന്താണെന്നുള്ളത് ഡോക്ടർ പറയും. അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത്. കൂടാതെ ലിവറിൽ തൽക്കാലം ഈ ഒരു പറഞ്ഞ ഘടകങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഫർമേഷനിൽ നിന്ന് മനോജിന് ലിവറിൻ്റെ ഒരു അസുഖം ഉള്ളതായി മനസ്സിലാവുന്നില്ല. എന്തായാലും ഇനി പോകുമ്പോൾ വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റോ വല്ലതും ഒന്ന് ചെയ്ത് നോക്കുന്നതിൽ നന്നായിരിക്കും തോന്നുന്നു. പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഹെപ്പറ്റൈറ്റിസ് വൈറസുകളെ കുറിച്ചാണ് ഹലോ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചത് ഈ വൈറസുകൾ എങ്ങനെ പകരുന്നു എന്നതാണ്. അപ്പോൾ ഈ വൈറസുകൾ നമുക്ക് എങ്ങനെയാണ് ഒഴിവാക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ വൈറസ് ബാധ എങ്ങനെ തടയാം? ഇതിന് വാക്സിനൊക്കെ ലഭ്യമാണോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് എയും ഇയെയും കുറിച്ചാണെങ്കിൽ നല്ല ശുദ്ധമായ വെള്ളം കുടിക്കുക, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. നമ്മളിപ്പോൾ ഒരു പൈപ്പിൽ നിന്ന് പിടിച്ച വെള്ളം കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ റോഡിൽ എന്താ പറയുക ശുദ്ധമല്ലാത്ത രീതിയിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വെള്ളം കുടിക്കാതിരിക്കുക. അത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ശുദ്ധമായിട്ടുള്ള രീതിയിൽ പാചകം ചെയ്യുന്ന ആഹാരം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പുറത്തു നിന്നും മറ്റും കഴിക്കുകയാണെങ്കിൽ നമ്മൾ ശുദ്ധമായ രീതിയിൽ പാകം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്ന സ്ഥലത്തു നിന്ന് മാത്രം ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ ഇപ്പം ആഹാരം പാചകം ചെയ്യുമ്പോൾ കൂടുതൽ വെള്ളം തിളപ്പിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ചിലപ്പം ചില കറികൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യുന്നു. അത് പക്ഷേ നമ്മൾ അതിന് ശേഷം നല്ലവണ്ണം തിളപ്പിക്കുന്നുണ്ടാവില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തിളപ്പിച്ച് ആറ്റി വെച്ചേക്കുന്ന വെള്ളം അതിനകത്ത് ആഡ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ ആ കറി നമ്മൾ തിളപ്പിച്ചില്ലെങ്കിൽ അതിനകത്ത് ഈ വൈറസ് ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ നമ്മൾ ആഡ് ചെയ്ത വെള്ളത്തിൽ വൈറസ് ഉണ്ടെങ്കിൽ ആ വൈറസ് നശിക്കണമെന്നില്ല. അപ്പോഴും നമുക്ക് ഈ അസുഖം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ആഹാരം, ഇത് രണ്ടുമാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമതായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വരാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു, അത് ബ്ലഡിലൂടെയാണ് പകരുന്നത്. അപ്പോൾ നമ്മൾ ഈ യൂഷ്വലി ബ്ലഡ് സ്ക്രീനിങ് പ്രോഗ്രാമുണ്ട്. അതായത് നമ്മളിപ്പം ഒരാൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു ബ്ലഡ് ബാങ്കിലേക്ക്. നമ്മൾ അവിടെ നിന്നാണ് നമുക്ക് യൂഷ്വലി പേഷ്യൻസിന് നമുക്ക് ബ്ലഡ് വേണം. ഇപ്പം രക്തം ഛർദ്ദിച്ച പേഷ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ സർജറിക്ക് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ബ്ലഡ് ആവശ്യമായി വരുമ്പോൾ നമ്മൾ ബ്ലഡ് ബാങ്കിൽ നിന്നാണ് ബ്ലഡ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ യൂഷ്വലി ബ്ലഡ് ബാങ്കിൽ ചെല്ലുമ്പോഴത്തേക്ക് ആക്ച്വലി അവർ ഇതിനകത്ത് ഹെപ്പറ്റൈറ്റിസ് ബിയോ ഹെപ്പറ്റൈറ്റിസ് സിയോ HIV ഉണ്ടോ എന്നുള്ള അവർ സ്ക്രീൻ ചെയ്യും. ഇപ്പോൾ ആ ബ്ലഡ് ബാങ്കിൽ നിന്ന് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ HIV കിട്ടാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. വളരെ മുൻപ് യൂണിവേഴ്സൽ സ്ക്രീനിങ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു, ആ ബ്ലഡ് തന്നെ പേഷ്യൻസിന് കൊടുക്കുന്നത് വർഷങ്ങൾ മുമ്പായിരുന്നു. ഇപ്പോൾ ആ ഒരു അവസ്ഥയില്ല. എല്ലാ ബ്ലഡും സ്ക്രീൻ ചെയ്യും. ഇപ്പം ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ബ്ലഡ് ബാങ്കിൽ അവർ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരിത് ആ ബ്ലഡ് സ്ക്രീൻ ചെയ്യും, ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ HIV ഉണ്ടോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലഡ് ഡിസ്കാർഡ് ചെയ്യും, കളയും. ആ ബ്ലഡ് വേറൊരു പേഷ്യൻറ്റ് പിന്നെ കൊടുക്കില്ല. കൂടാതെ അവർ എന്നെ വിളിച്ച് പറയും, അതായത് ഞാനാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തത്, അപ്പോൾ എൻ്റെ ബ്ലഡിൽ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോയുടെ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അവർ എന്നെ വിളിച്ച് പറയും, നിങ്ങൾ ടെസ്റ്റിൽ ഇങ്ങനെ നിങ്ങളുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തായിരുന്നു, അതിൽ നമ്മൾ സ്ക്രീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ പോയി കണ്ടിട്ട് ബാക്കി ടെസ്റ്റുകൾ ചെയ്യാം. ഇത് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യം. കൂടാതെ നമുക്കിനിയിപ്പം വാക്സിൻ ഉണ്ടോ എന്നുള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് എ വൈറസിന് ആക്ച്വലി വാക്സിനുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ പക്ഷേ നമ്മുടെ നാട്ടിൽ കൂടുതൽ ആളുകളും ഹെപ്പറ്റൈറ്റിസ് എ വൈറസിന് വാക്സിൻ എടുക്കാറില്ല. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എക്ക് വാക്സിൻ ഉണ്ട്, അത് അവൈലബിൾ ആണ്. അത് എടുത്തു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എ വരാതിരിക്കാനുള്ള ചാൻസ് 100% ഇല്ലാതാവുന്നതാണ്. ഓൾമോസ്റ്റ് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കിട്ടുകയും ചെയ്യും ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യമാണ്. ഹെപ്പറ്റൈറ്റിസ് ബിക്കും വാക്സിനേഷനുണ്ട്. നമ്മളുടെ ജനിക്കുന്ന കുട്ടികൾക്ക് എല്ലാം ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ 3 ഡോസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വളർന്നു വരുമ്പോൾ അവർക്ക് ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെയുള്ള ഒരു പ്രതിരോധ ശക്തി ഉണ്ടാവും. കൂടാതെ ഇപ്പോൾ ഒരു ലിവറിൻ്റെ അസുഖമുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ ലിവറിന് പല കാരണങ്ങൾ കൊണ്ട് ലിവറിന് അസുഖം വരാം. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ലിവറിൻ്റെ അസുഖമുള്ള വ്യക്തികൾക്ക് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കാറുണ്ട്. കൂടാതെ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനും അവർക്ക് കൊടുക്കാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് സിക്ക് നിർഭാഗ്യവശാൽ ഹെപ്പറ്റൈറ്റിസ് സിക്ക് വാക്സിൻ തൽക്കാലം അവൈലബിൾ അല്ല. ഹെപ്പറ്റൈറ്റിസ് ഇക്കും നമ്മുടെ നാട്ടിൽ ഹെപ്പറ്റൈറ്റിസ് ഇക്കുള്ള വാക്സിനും അവൈലബിൾ അല്ല. പുറം നാടുകളിൽ ചില സ്ഥലങ്ങളിൽ ഹെപ്പറ്റൈറ്റിസ് ഇക്കുള്ള വാക്സിൻ അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഹെപ്പറ്റൈറ്റിസ് ഇക്കുള്ള വാക്സിൻ ഇതുവരെ കടന്നു വന്നിട്ടില്ല. പ്രധാനമായും ഹെപ്പറ്റൈറ്റിസിനുള്ള പ്രതിരോധ മാർഗം ഹെപ്പറ്റൈറ്റിസ് വരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ശുദ്ധമായ വെള്ളം കുടിക്കുക, ശുദ്ധമായ ആഹാരം, നേരത്തെ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വരാതിരിക്കാൻ കറക്റ്റായിട്ടുള്ള നീഡിൽസ് യൂസ് ചെയ്ത് ഇഞ്ചക്ഷൻ എടുക്കുക. അത് നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ ബ്ലഡ് എടുക്കാൻ പോകുന്നു. ബ്ലഡ് നമ്മളിപ്പം
ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നിഷ്കർഷിക്കേണ്ടത് കറക്റ്റായിട്ടുള്ള പുതിയതായിട്ടുള്ള സൂചി കൊണ്ട് മാത്രം ബ്ലഡ് എടുക്കുക അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. കൂടാതെ ലൈംഗിക ബന്ധത്തിൻ്റെ കാര്യത്തിലും അതിലൂടെയും പകരാം. അപ്പം മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ളവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ ടാറ്റുവിങ്ങിലൂടെ വളരെ അപൂർവമായിട്ട് നല്ല ടാറ്റു ഉള്ള ടാറ്റു സെൻറ്റേഴ്സിലൂടെ അല്ല, നമ്മളിപ്പോൾ ഉത്സവത്തിനും മറ്റുമൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ റീയൂസ് ചെയ്യുന്ന നീഡിൽസ് ഉണ്ടാവും. അപ്പം ചില സ്ഥലങ്ങളിൽ റീയൂസ് ചെയ്യുന്ന നീഡിൽസിലൂടെയും ഈ ടാറ്റു ചെയ്യുന്നതിലൂടെയും നമുക്ക് പകരാം. പറഞ്ഞോ. നമ്മോടൊപ്പം ഫറൂഖിൽ നിന്ന് ഷനീദ് ചേരുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഷനീഷ് പറഞ്ഞോളൂ. എനിക്ക് മഞ്ഞപ്പിത്തം വന്നിരുന്നു. ഹലോ. പറഞ്ഞോളൂ. എന്നാണ്? 3 ആഴ്ച വരാനിരുന്നു. 3 ആഴ്ചക്ക് മുമ്പാണ് വന്നത്? 3 ആഴ്ച. ഇപ്പൊ ഭേദമായി. ഇപ്പൊ വീട്ടിലെ വൈഫിനും മകനും വന്നു. ശരി. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഫറൂഖിലാണ്. ഓക്കെ, ശരി. സൈറ്റിൽ നിന്ന് വന്നായിരുന്നു. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ ആണെന്നാണോ എന്താണെന്നാണ് ഡോക്ടറെല്ലാം പറഞ്ഞത്? അതെ, ഹെപ്പറ്റൈറ്റിസ് എ വന്നത്. ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ശരി. ഇപ്പം ഫറൂഖ്, ബാക്കി നിങ്ങൾ 3 പേരും ഇപ്പൊ അതിൽ നിന്ന് എല്ലാ സിംറ്റംസ് എല്ലാം മാറിയോ? ഇല്ല, രണ്ടുപേർക്ക് ഇപ്പൊ ഉണ്ട്. വൈഫിനും മകനും ഉണ്ട്. ഓക്കെ. അവര് വീട്ടിൽ റെസ്റ്റ് ആണോ അതോ ഹോസ്പിറ്റലിലാണോ അതോ വീട്ടിൽ റെസ്റ്റിലാണോ? ഇപ്പം വീട്ടിൽ റെസ്റ്റിലാണ്. വീട്ടിൽ റെസ്റ്റ് ആണ്. ശരി. അവർക്ക് ഛർദിലോ? സംശയം എന്ന് വെച്ചാൽ ഇത് മാറിയത് രണ്ടാമതും വരുമോന്നൊരു സംശയം. ചെക്കപ്പ് ചെയ്യണോന്ന്. അല്ല, കേട്ടില്ല. ഒന്നും കൂടെ ചോദിക്കാവോ? എനിക്ക് വന്ന് മാറി, ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. അന്ന് ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എത്ര വരെ പോയായിരുന്നു വല്ലതും അറിയുമോ? ബിൽറൂബിൻ എത്ര വരെ പോയായിരുന്നു? 4000 വരെ പോയി. അതല്ല, ബിൽറൂബിൻ എത്ര വരെ പോയായിരുന്നു? ബിൽറൂബിൻ മഞ്ഞപ്പിത്തത്തിന്റെ അളവ് വല്ല ഓർക്കുന്നുണ്ടോ? മഞ്ഞപ്പിത്തം എത്ര വരെ പോയെന്നല്ല ഓർക്കുന്നുണ്ടോ? SGOT SGPT ആയിരിക്കും 4000. ബിൽറൂബിൻ മഞ്ഞ എത്ര വരെ പോയെന്നല്ല ഓർക്കുന്നുണ്ടോ? ബിൽറൂബിന്റെ ലെവല് ഓർക്കുന്നില്ല. ശരി. ഇപ്പം വേറെ ഓർക്കാനോ ഛർദിലൊന്നും ഇല്ലല്ലോ അല്ലേ? എല്ലാം ലെഫ്റ്റ് നോർമലായി. അപ്പം പൊതുവെ മനസ്സിലാക്കുന്നത് യൂഷ്വലി ഹെപ്പറ്റൈറ്റിസ് എ 5.1. ശരി. ഇപ്പോൾ എല്ലാം ലെഫ്റ്റ് നോർമലായി കാണും. ബിൽറൂബിൻ 1 താഴെയായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണ ഹെപ്പറ്റൈറ്റിസ് എ അങ്ങനെ വീണ്ടും വരുന്നത് വളരെ അപൂർവമാണ്. വളരെ അപൂർവമാണ്. വളരെ ചുരുക്കം പേഷ്യൻസിനാണ് അങ്ങനെ വരാൻ സാധ്യത. ക്ഷീണം മാത്രം. ഇപ്പൊ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്? എല്ലാ ആഹാരങ്ങളും കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ശുദ്ധമായി പാകം ചെയ്ത ആഹാരം എല്ലാ ആഹാരം കഴിക്കുന്നുണ്ട്. ശരി. എണ്ണമയത്തുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് അത് ഓർക്കാനോ മറ്റൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ ആവാം. അതിലൊന്നും ബുദ്ധിമുട്ടൊന്നും ഇപ്പം നമ്മൾ യൂഷ്വലി അത് നിഷ്കർഷിക്കാറില്ല. നമുക്ക് എളുപ്പം ദഹിക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ കഴിക്കാം, അത് പ്രശ്നമില്ല. ചാൻസ് 99.999% വീണ്ടും വരാൻ സാധ്യതയില്ല ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്. അതിൽ ഒരു ടെൻഷൻ അടിക്കണ്ട. വൈഫിനും കുട്ടിക്കും ഇപ്പം എങ്ങനെയുണ്ട്? അവർക്കിപ്പോൾ എങ്ങനെയുണ്ട്? വീട്ടിലുള്ളവർക്ക് വരാൻ കാരണം അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഹാരത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയൊക്കെയാണ് ഇത് യൂഷ്വലി പകരുന്നത്. അല്ലാതെ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്നത് ചാൻസ് വളരെ കുറവാണ്. യൂഷ്വലി ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയൊക്കെയാണ് പകരുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ എവിടെന്നെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് 3 പേർക്കും ഇത് കിട്ടിയതെന്ന് പ്രതീക്ഷിക്കുന്നു. മിക്കവാറും വെള്ളത്തിലൂടെ മറ്റും ആവാനാണ് സാധ്യത കൂടുതൽ. ഇപ്പം കുറച്ച് നമ്മുടെ നാട്ടിൽ കുറച്ച് ഹെപ്പറ്റൈറ്റിസ് എ കൂടി വരുന്നൊരു സാഹചര്യമായിരുന്നു. ഇപ്പം വീണ്ടും അത് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം ഈ വെള്ളത്തിൻ്റെ ക്ഷാമം ആ സമയത്തൊക്കെയാണ് ഇത് യൂഷ്വലി കൂടുതലായിട്ട് വരുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് വെള്ളം കൂടുതൽ കണ്ടാമിനേറ്റ് ആവാൻ ചാൻസ്, പിന്നെ മഴക്കാലത്തും മഴവെള്ളമൊക്കെ വരുമ്പോഴത്തേക്ക് ഇതുണ്ടാവാൻ ചാൻസ് കുറച്ച് കൂടുതലാണ്. എനിവേ ഇനിയിപ്പോൾ കുറഞ്ഞ് വരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഹെപ്പറ്റൈറ്റിസ് എ എങ്ങനെയാണ് പകരുന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. അതുകൊണ്ട് ഇനി അത് ചാൻസ് കുറവാണ്. ഇനി അത് നമ്മുടെ നാട്ടിൽ ഇനി കൂടി വരാനുള്ള ചാൻസ് കുറവാണ് കരുതുന്നു. ഡോക്ടർ, ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് വൈറസിന്റെ ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ ഈ എപ്പിസോഡ് കഴിയുന്നതിന് മുൻപേ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ ഭാഗമായി ഡോക്ടർക്ക് പ്രേക്ഷകരോട് പറയാനുള്ള സന്ദേശം എന്താണ്? ശരി. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും നേരത്തെ പറഞ്ഞല്ലോ, ആ ഫറൂഖിൽ നിന്നുള്ള വ്യക്തിക്ക് വന്നപ്പോൾ അവർ ചികിത്സ നിർദ്ദേശിച്ച് സാധാരണ അതിൽ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ആക്ച്വലി വിശപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ ഓർക്കാനുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സകൾ കൊടുക്കുക, അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള. പിന്നെ കുറച്ച് ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കുറച്ച് മരുന്നുകളുണ്ട്, അതാണ് പ്രധാനമായിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് എക്കും ഇക്കും. ഹെപ്പറ്റൈറ്റിസ് ബിക്കാണെങ്കിൽ അതിൻ്റെ ഒരു ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൻറ്റി വൈറൽ ഡ്രഗ്സാണ്. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെതിരായിട്ടുള്ള ഒരു മരുന്നുണ്ട്, ആ വൈറസിനെതിരായിട്ടുള്ള മരുന്ന്. 3-4 ഇനം മരുന്നുകളുണ്ട്. അതിൽ പ്രധാനമായും 1-2 മരുന്നുകളാണ് നമ്മൾ യൂഷ്വലി വ്യക്തികൾക്ക് കൊടുക്കുന്നത്. അതായത് ഒരു മരുന്ന് മതിയാവും, ദിവസം 1 കഴിക്കുന്ന മരുന്നാണ് യൂഷ്വലി ഉള്ളത്. അത് കഴിക്കുമ്പോൾ യൂഷ്വലി ആ ഒരു 3 മുതൽ 6 മാസം കൊണ്ട് അവരുടെ ആ ഒരു മഞ്ഞപ്പിത്തമായിട്ടാണ് ആ വ്യക്തി പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 3 മാസം കൊണ്ട് ഏകദേശം മഞ്ഞപ്പിത്തം എല്ലാം നോർമലായി, ഓൾമോസ്റ്റ് നോർമലായി, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ നോർമലായി മാറും. ചില കേസുകൾ അത് ലൈഫ് ലോങ് ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിക്കുള്ള മരുന്ന് തുടരേണ്ട ആവശ്യം വന്നേക്കാം ചില വ്യക്തികൾക്ക്.
ഹെപ്പറ്റൈറ്റിസ് സിക്കും ഇതേപോലെ തന്നെ ആൻറ്റിവൈറൽ ഡ്രഗ്സ് ഉണ്ട്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓക്കെ. ഹെപ്പറ്റൈറ്റിസ് വൈറസുകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ TS പ്രശാന്താണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ പൂർണ്ണമാവുകയാണ്.